ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നല്ല നാടൻ വിഭവങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പി വ്ളോഗാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നല്ലൊരു സ്വീറ്റും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഗിവ് അവേ ഇന്നത്തെ ഈ ഒരു വീഡിയോ തൊട്ടിട്ട് തുടങ്ങാം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ ഈ ന്യൂട്രിയോൻ്റെ പ്രൊഡക്ട്സ് റിവ്യൂവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ പീലറും സ്ലൈസറൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളയാം, അതുപോലെ പൊട്ടാറ്റോയുടെയും തൊലി കളയാം. ഇങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് പീലറല്ല, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ തൊലി കളയാനും പറ്റും. പ്ലസ് നമുക്ക് ഈ ചിപ്സൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ലൈനായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള, ഇങ്ങനെ നല്ല തിന്നായിട്ട് കിട്ടാനുള്ള ഒരു പീലറാണത്. പിന്നെ ക്യാബേജ് അരിയാൻ നല്ല സൂപ്പറാട്ടോ. നമ്മൾ ക്യാബേജ് സാധാരണ നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല സുഖമായിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ബ്ലേഡ് ആണ് എടുത്തിട്ടുള്ളത് ഈ ക്യാബേജ് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്യാബേജ് ഉപ്പേരിയിലേക്കുള്ള ക്യാബേജ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ഞാൻ സാധാ ഗ്രേറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ക്യാബേജ് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പൊട്ടാറ്റോ ഉപ്പേരി ഉണ്ടാക്കാനുള്ള അതും അരിഞ്ഞെടുത്തു. അപ്പോൾ ആദ്യം ഞാൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറി ചെമ്മീൻ ഉപ്പിലിട്ടെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ടുള്ള ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളവിടെയൊക്കെ ചെമ്മീൻ ഉപ്പിലിട്ടെന്ന് പറയും, ഈ ഒരു കറിക്ക് ഉപ്പിലിട്ട കറി എന്ന് പറയും. അപ്പം ഞാൻ 3 ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടുണ്ട്. ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മാങ്ങയിലൊക്കെ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം അതൊന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു 2 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 2 തക്കാളി ചേർത്തിട്ടുള്ളൂ. 2 ചെറിയ തക്കാളിയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ പച്ചമുളകും എല്ലാം കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചൊരു കട്ടിയിൽ വേണം നമ്മുടെ കറി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കറി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെന്നുണ്ട് ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് മസാല തേച്ച് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു പാന് ഞാൻ ഈ ന്യൂട്രിയോൻ്റെ ബ്രാൻഡിൽ നിന്ന് കാണിച്ചിട്ടുള്ള ഇരുമ്പിൻ്റെ ചട്ടിയാട്ടോ. പുറമേ ഇനാമൽ കോട്ടിങ് വരുന്നിട്ടുള്ള ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ അതിലുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് വേണം കുറച്ച് കോൺഫ്ലവർ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലവർ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തത് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട, ഫ്രൈ ചെയ്യാൻ നേരം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പാന് ചൂടാക്കിയിട്ട് എണ്ണ നല്ലോണം ചൂടാവണം കേട്ടോ. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചും കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ മസാല തേച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടില്ലാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ആ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ആ ഒരു പച്ചമണം ഉണ്ടല്ലോ മസാലയുടെ, അതൊക്കെ ഒന്ന് മാറി കിട്ടണം. എന്നിട്ട് വേണം നമുക്കതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് വലിയ ചെമ്മീനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചെമ്മീൻ. ഞാൻ പിന്നെ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അത് അടച്ച് വയ്ക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നല്ലോണം എണ്ണ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും, പക്ഷേ എണ്ണ ഇല്ലാണ്ട് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയാൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം, നന്നായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയി വരണം.
എന്നിട്ട് നമുക്ക് ആ എണ്ണ സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്യാം കേട്ടോ. എണ്ണയോട് കൂടിയിട്ട് സെർവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, പുറമേ കുറച്ച് ക്രിസ്പുമാണ്. അപ്പോൾ അതാ ഞാൻ എണ്ണ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് റെഡിയായത്. എന്നിട്ട് ഞാൻ ആ എണ്ണയിലേക്ക് നമുക്ക് ഇനി കറി ഒന്ന് വറവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കറിവേപ്പില, ചെറിയ ഉള്ളി, ഉലുവ ഇതെല്ലാം കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കറിയുടെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ ഉപ്പിലിട്ട മാങ്ങാ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് അവിടെ ഇരുന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ക്യാബേജ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് കടുക്, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ, ഒരു പിടി തേങ്ങ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്യാബേജൊക്കെ പലരും പല രീതിയിലും ഉണ്ടാക്കുക, ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ, ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ. അപ്പോൾ ആ ക്യാബേജ് റെഡിയായി. ഇനി ആ പാനിൽ തന്നെ ഞാൻ ബീട്രൂട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക, ബീട്രൂട്ട്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ക്യാബേജ് ഉപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയൊന്നും കൂടുതൽ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ബീട്രൂട്ട് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മധുരമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള പാന് നമ്മുടെ ന്യൂട്രിയോൻ്റെ പ്രൊഡക്റ്റ് റിവ്യൂവിൽ കാണിച്ചിട്ടുള്ള പാൻ തന്നെയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രൈയിങ് പാനാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നട്ട്സ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഈത്തപ്പഴം ഉണ്ട് കേട്ടോ അതിലേക്ക്, ഉണക്കമുന്തിരി, ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, കുറച്ച് പിസ്ത, കുറച്ച് ബദാം ഇതെല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആദ്യം നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരുപാട് കരിപ്പിച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ആ ഒരു നെയ്യിൽ. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ കുറച്ച് സേമിയയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കണ്ട് ചൂടാക്കി എടുക്കണ്ട. അപ്പോൾ ഞാൻ വളരെ നേരിയ സേമിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സേമിയ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് സേമിയ ചേർക്കണ്ട, ഒരു കപ്പൊക്കെ മതിയാവും കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. ഞാനിപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു കപ്പ് മതി. എന്നിട്ട് ആ ഒരു നെയ്യിൽ സേമിയ ഒന്ന് വറുത്തെടുത്ത ശേഷം ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുക. അതിലേക്ക് നമ്മൾക്ക് 2 കപ്പ് നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സേമിയ ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടണം. ഞാൻ ഏലക്കാപ്പൊടിക്ക് പകരം ഒരു 3 ഏലക്കയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നേരെ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കുക്കായാൽ തന്നെ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ കൂടി ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ് ഇത് സംഭവം. പക്ഷേ സേമിയ പായസത്തിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ചൊരു വ്യത്യസ്ത ടേസ്റ്റ് വരും ഈ നട്ട്സ് വറുത്തതൊക്കെ കൂടി ചേർത്ത് കൊടുക്കുമ്പം. ആ ഈത്തപ്പഴം അതുപോലെ എല്ലാം കൂടി ചേർക്കുമ്പം വേറൊരു ടേസ്റ്റാണ്. കൂടുതലും നമ്മൾ ഈ സേമിയയുടെ കൂടെ നട്ട്സും കൂടി കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇത് വല്ലാണ്ട് കട്ടിയിലാക്കി എടുക്കണ്ട, കാരണം കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കട്ടിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷീർ കുർമ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് പിസ്ത ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറികളും ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഫ്രൈ ആക്കിയൊന്നുമില്ല, അപ്പോൾ അതിന് പകരമാണ് ഞാൻ പൊട്ടേറ്റോ ഫ്രൈ ആക്കി എടുത്തുള്ളത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ചെമ്മീൻ ഉപ്പിലിട്ട മാങ്ങാ കറി, അത് കിടിലൻ ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി. അപ്പോൾ ഞാൻ ഉപ്പിലിട്ട മാങ്ങ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും അത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ക്യാബേജ് തോരനും ബീട്രൂട്ട് തോരനും അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയതും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള നല്ലൊരു ഊണാണ്. പിന്നെ ഈ ഉപ്പിലിട്ട മാങ്ങ ചെമ്മീൻ കറി ഉണ്ടല്ലോ, അതിൽ ഉള്ള ഈ ഉപ്പിലിട്ട മാങ്ങ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു അണ്ടിയോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷീർ കുർമ ഇതുപോലെ ഇരിക്കും. കുറച്ച് നട്ട്സ് വേണമെങ്കിൽ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഓൾറെഡി ഇതിലധികം നട്ട്സ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കുന്നില്ല.
അപ്പോൾ ഇന്നത്തെ ഈ ലഞ്ച് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഉപ്പിലിട്ട മാങ്ങ ചെമ്മീൻ കറിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗിവ് എവേനെ പറ്റിയിട്ട് പറയാം. ഇന്നത്തെ വീഡിയോ തൊട്ടിട്ട് ഗിവ് എവേ ഉണ്ട്. ഇന്നത്തെ ഗിവ് എവേയിൽ നമുക്ക് ഗിഫ്റ്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് ന്യൂട്രിയോൺ ആണ്. 2 ഗിഫ്റ്റ്സാണ് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ ന്യൂട്രിയോൺ AKN സ്പേസ് ബ്രാക്കറ്റിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇനീഷ്യലും കൂടി എഴുതിയിട്ട് നിങ്ങൾ കമൻ്റ് ഇടുക. പിന്നെ ഈ ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഞാൻ പിൻഡ് കമൻ്റായിട്ട് ഇടാം ഇവരുടെ ന്യൂട്രിയോണിൻ്റെ FB പേജും ഇൻസ്റ്റാ പേജ് ലിങ്കൊക്കെ. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ലുലുവിൻ്റെ കൂപ്പൺ വൗച്ചറിന് വേണ്ടിയിട്ടുള്ള ഗിവ് എവേ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉള്ള 2 പേര് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരാൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 2 പേര് ഇത്രയും ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ അന്ന് തന്നെ വേറെ ഒരാളെയും കൂടി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ 2 പേരെയും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അൻവർ KV. ഓക്കെ, അൻവർ KV ഒന്ന് ദയവായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യട്ടോ. കാരണം ആ കൂപ്പണ് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. പിന്നെ രണ്ടാമത്തെ വിന്നർ ഫൈസാൻ റിജില ജിഷാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് പെട്ടെന്ന് ചെയ്യട്ടോ. ഇനി നമുക്ക് ഹയ കളക്ഷൻസിൻ്റെ രണ്ടാമത്തെ വിന്നറെ സെലക്ട് ചെയ്യാം. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്യേണ്ടതായിരുന്നു, അന്ന് വിട്ടുപോയതാണ്. അപ്പോൾ അതാ ഈ ഒരു വീഡിയോ നിന്നാണ് നമ്മൾ ആ ഒരു വിന്നറെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഗിവ് എവേ ഇപ്പം ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും ഇനി 1-2 കൂടി കഴിഞ്ഞിട്ട് അത് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് നിർത്താൻ പോവുകയാണ്. കാരണം നമ്മുടെ വ്യൂവേഴ്സ് ചിലരൊന്നും തീരെയും എന്താ പറയുക കമൻ്റ് ഇട്ട് പോകുന്നുണ്ട്. പക്ഷെ ഞാനിതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് ഇട്ടാൽ മതി എന്നൊക്കെ. പക്ഷേ നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് കമൻ്റ് ഇട്ടത്, ഐഷാസ് കിച്ചൻ ഹയ കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാനേ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കൊട്ടേഷൻ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു കമൻറ്റ് വെറുതെ വേസ്റ്റായി പോകും. ആ കൊട്ടേഷൻസ് ഒന്നും നമുക്ക് സ്പെസിഫിക് ടെക്സ്റ്റായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ആ ഒരു കമൻറ്റ് കൊണ്ട് കാര്യമില്ല. അപ്പോൾ ഒരാൾ അങ്ങനെ ചെയ്യുമ്പം അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും അതേപോലെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു കമൻ്റ് അല്ല ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് ഇട്ടോളൂ, ഒന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളാരും വീഡിയോ കാണാണ്ടാണ് ഈ ഓരോ കമൻ്റ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുവരെയുള്ള വീഡിയോസിൽ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി മുതൽ വീഡിയോയിൽ പറഞ്ഞ രീതിയിൽ ചെയ്യാത്തത് കമൻ്റ് ഇനി സെലക്ട് ആയാലും അത് എടുക്കുന്നതല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം വേറെ ഒന്നുമില്ല. നമ്മൾ ചിലരൊക്കെ നന്നായിട്ട് തന്നെ ഒരു ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരുണ്ട്. ചിലർ വെറുതെ കമൻ്റ് ഇട്ട് പോകുന്നവരുണ്ട്. പക്ഷേ ചിലപ്പം ഈ വെറുതെ ഇട്ട് പോകുന്നവർക്കാണ് സമ്മാനം അടിക്കുന്നത്. പക്ഷെ അവർ പിന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ആത്മാർത്ഥമായി ചെയ്യുന്നവരുടെ ആ ഒരു ഇതാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ കൊണ്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടോ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. നമ്മളിപ്പോൾ സ്പെസിഫിക് ടെക്സ്റ്റ് കൊടുക്കുമ്പം ഇപ്പോൾ ഐഷാസ് കിച്ചണിന് എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഐഷാസ് കിച്ചൺ മാത്രം കൊടുക്കുമ്പം ആകെ വരുന്ന കമൻസ് നമ്മൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ആകെ ഈ കമൻറ്റ് പിക്കർ സെലക്ട് ചെയ്യുന്ന കമൻസ് 1098 കമൻസ് മാത്രമാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോയിൽ എത്ര കമൻസ് ഉണ്ടെന്ന് നോക്കാം നമുക്കിനി. 3530 കമൻസ് ഉണ്ട്. അതിൽ നിന്ന് 1098 കമൻസ് മാത്രമേ ആ ഒരു കമൻറ്റ് പിക്കർ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ആത്മാർത്ഥമായിട്ട് ചെയ്തവരതും എല്ലാവരും മിസ്സായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഞാൻ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അതേപോലെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം നമുക്ക് സ്പെസിഫിക് ടെക്സ്റ്റ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ കമൻസും എടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സിനെ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഹയ കളക്ഷൻസിൻ്റെ വിന്നേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു 2 പേരാണ്. അതിലൊരാളെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ വിന്നർ മുസാഫിർ ആണ്. എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.
അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ വിന്നേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം ചിലർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ചിലർ വെറുതെ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത കുറേ പേരുണ്ട്. ചിലപ്പോൾ അവർക്കായിരിക്കാം വിന്നർ ആവാനുള്ള ചാൻസ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കാരണം എനിക്ക് വീണ്ടും വീണ്ടും ഈ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അത്രയും എഫേർട്ട് എടുക്കണം. പിന്നെ എനിക്കിപ്പം ഓൾറെഡി വയ്യാണ്ടായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇതും കൂടിയൊക്കെ ആലോചിച്ച് തലവേദനയാണ്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ആ ഒരു കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തൊരു സാധാ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വേറെ നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.